അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൽ ടെൻഷൻ അനുഭവിക്കുന്ന, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, നിരാശ അനുഭവിക്കുന്ന കുറേ മനുഷ്യരെ നമ്മളിങ്ങനെ കണ്ടുമുട്ടാറുണ്ട്. യാത്രയിലും നമ്മുടെ വിവിധ സ്ഥലങ്ങളിലുമായ ഇടപെടലുകളിലുമൊക്കെ മനുഷ്യരുമായി സംസാരിക്കുമ്പോൾ പലരും നിരാശയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഭൗതിക ജീവിതത്തിൽ ഇങ്ങനെ നിരാശരായി നമ്മൾ കഴിയുന്നത്? പലപ്പോഴും അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് ലഭിക്കാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളെക്കാൾ സാമ്പത്തികമായി, സാമൂഹികമായി, പ്രൊഫഷണലായി മുകളിൽ നിൽക്കുന്ന ആളുകളിലേക്ക് നോക്കുകയും ഞാൻ അവരെ പോലെ ആകുന്നില്ലല്ലോ എന്ന് പറയുന്ന ആകുലതയും ആശങ്കയുമാണ് മനുഷ്യരെ പലപ്പോഴും മതിച്ചുകൊണ്ടിരിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കണം, നിങ്ങളുടെ മേലെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. മേലെയുള്ളവരിലേക്ക് നോക്കുകയും താഴെയുള്ളവരിലേക്ക് നോക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്താണ്? ആ പ്രശ്നം അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ചെറുതായി കാണാൻ അത് സാഹചര്യം ഉണ്ടാക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര പേരാണ് സ്ട്രെസ് അനുഭവിച്ച് ഡിപ്രഷനിലേക്ക് പോയി, വിഷാദ രോഗങ്ങളിലേക്ക് പോയി, അവസാനം ജീവിതം ആത്മഹത്യയിലേക്ക് അഭയം തേടേണ്ടി വരുന്ന എത്രയോ പേരെ നാം വായിക്കുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. അവരെ പോലെയുള്ള വീട് എനിക്കില്ലല്ലോ, അവരത്രയും ഭൂമി എനിക്കില്ലല്ലോ, അവർ സഞ്ചരിക്കുന്നത് പോലത്തെ വാഹനങ്ങൾ എനിക്കില്ലല്ലോ, അവരെ പോലെ ഉയർന്ന ജോലി എനിക്കില്ലല്ലോ. ഇങ്ങനെ മറ്റുള്ളവരെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥിതിവിശേഷം ലോകത്ത് കൂടുകയും അത് വിഷാദത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത്? പടച്ച റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ വിശാലത, വ്യാപ്തിയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് അള്ളാഹു പൂർണ്ണ ആരോഗ്യം തന്നില്ലേ? നമുക്ക് എല്ലാ അവയവങ്ങളും അള്ളാഹു തന്നില്ലേ? അള്ളാഹു നമുക്ക് ജീവിക്കാനുള്ള വായു തന്നില്ലേ? ജലം തന്നില്ലേ? നമുക്ക് ജീവിക്കാൻ കഴിയുന്നൊരു പരിസരം അള്ളാഹു ഒരുക്കി തന്നില്ലേ? നമുക്ക് അള്ളാഹു എത്രമാത്രം സ്കില്ലുകൾ തന്നിട്ടുണ്ട്. അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഞാൻ അങ്ങനെയാണ് ആലോചിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് ആലോചിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരുമായി കമ്പാരിസൺ ചെയ്യുന്നിടത്തേക്ക് നമ്മൾ എത്തുക? ഒരിക്കലും ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഭൗതിക കാര്യങ്ങളിലാണല്ലോ നമ്മളിങ്ങനെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത്. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ വിശുദ്ധ റമദാനിലാണ് നിൽക്കുന്നത്. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കാലാകാലം നിലനിൽക്കുന്ന ശരീരം എന്ന് പറയുന്നത് കേവലം ഭൗതികമായൊരു പുറന്തോട് മാത്രമാണല്ലോ. ശരീരത്തിലേക്ക് അപ്പുറത്തുള്ള കാലാകാലത്തേക്ക് നിലനിൽക്കുന്ന ആത്മാവിൻ്റെ മരുന്നിലേക്ക്, ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നിടത്തേക്ക്, ആത്മാവിനെ വളർച്ച ചെയ്യുന്നിടത്ത് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യാറുണ്ടോ? എന്നേക്കാൾ നിസ്കരിക്കുന്ന, എന്നേക്കാൾ ആരാധനകൾ ചെയ്യുന്ന, എന്നേക്കാൾ ഖുർആൻ പാരായണം ചെയ്യുന്ന, എന്നേക്കാൾ സൽസ്വഭാവത്തോടെ ജനങ്ങളുമായി പെരുമാറുന്ന ആളെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് എത്രയോ കുറവല്ലേ? നമ്മളെപ്പോഴും പുറന്തോടായ ശരീരത്തിലേക്ക്, ഭൗതിക കാര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ജീവിതം നശിച്ചു പോവുകയാണ്. നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതം ഒരു മരിച്ച ജീവിതമാണ്. ജീവച്ഛവമായി നമ്മളിങ്ങനെ കഴിഞ്ഞു പോകും. കാരണം നമ്മളെപ്പോഴും നിരാശയിലാണ്. അപ്പുറത്ത് ഒരാൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ, മറ്റൊരാൾക്ക് സാമ്പത്തികമായൊരു അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുകയാണ്. അസൂയയുണ്ടാകുന്നു, മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നു. നമ്മളിങ്ങനെ നിരന്തരമായി അവർക്ക് ലഭിച്ച നന്മകൾ പോലും നശിക്കണമെന്നും നീങ്ങിപ്പോകണമെന്നും അറിയാതെയാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അസൂയ വളരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മകൾ പോലും ഇത് കാരണം നശിച്ചു പോകുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ വിശുദ്ധ റമദാനിൽ ഒരു പ്രതിജ്ഞ എടുക്കണം. അള്ളാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് വിനയാന്വിതനായ ഏറ്റവും നല്ല അടിമയായി മാറാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. മറ്റുള്ളവരെ പോലെ ആവണം എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ സ്വയം നശിക്കുകയാണ്.
നമ്മൾ സ്വയം വിഷാദ രോഗത്തിന് അടിമയാവുകയാണ്, നമ്മൾ നിരാശരാവുകയാണ്. മറ്റുള്ളവരെ പോലെ ആവണം എന്ന ആഗ്രഹത്തെ മാറ്റിവെച്ച് നമ്മളെപ്പോലെ ആയി ജീവിക്കാനും, ഞാൻ യുണീക്കാണ്, ഞാൻ വ്യത്യസ്തനാണ് എന്ന് ആലോചിക്കുകയും, നമ്മളെക്കാൾ നന്മകൾ ചെയ്യുന്ന ആളുകളെ നോക്കി അവരെപ്പോലെ ആയെങ്കിൽ എന്ന് ആലോചിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ കഴിയും. മനോഹരമായ ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അവിടത്തേക്കാണ് ഈ വിശുദ്ധ റമദാനിൻ്റെ ഒരു പാഠമായി നമ്മൾ എടുക്കേണ്ടത്. പടച്ച റബ്ബ് അവൻ ചെയ്തു തന്ന ലക്ഷക്കണക്കിന് അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് ചെറിയാവണ്ണമെങ്കിലും നന്ദി ചെയ്ത് ഒരു വിനയാന്യതനായ അടിമയായി മാറാൻ അള്ളാഹു നമുക്ക് അവസരവും തൗഫീക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.